നമ്മളൊക്കെ ഈ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തിയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ബോംബെ പോട്ടെ, ബോംബെയിലൊക്കെ സാരി ഉടുക്കുന്നുണ്ട് ആൾക്കാർ. പുറത്ത് ഏതെങ്കിലും നാട്ടിലെത്തിയെന്ന് വിചാരിച്ചോ, UK അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൺട്രിയിൽ അവിടെ ചെന്നിട്ട് കൊറിയൻസിലൊക്കെ എത്തിയെന്ന് വെച്ചോ. അവിടെ ആരെങ്കിലും സാരി ഉടുക്കുമോ? യൂറോപ്യൻ കൺട്രിയിലൊന്നും സാരികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവർ നമ്മളെ സാരി കാണുമ്പം നോക്കിയേ പോവുള്ളൂ. നമ്മളെ അത് വെച്ചിട്ട് അവർ ബോഡി ഷെയിം ചെയ്തുകൊണ്ടിരുന്നാലോ, കളിയാക്കിയാലോ, ഹാ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിനെയൊക്കെ. പിന്നെ ഇവിടുന്ന് പോയ മലയാളികൾ നല്ല ഫംഗ്ഷനൊക്കെ കൊടുക്കാറുള്ളൂ. പള്ളിയിൽ ചർച്ചുകളിൽ പോകുമ്പോൾ അവരുടെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ ഇതൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചാൽ നോക്കണം. അവിടെയുള്ള ഒരു കളിയാക്കലൊന്നുമില്ല. കളിയാക്കിയാലും നിങ്ങളൊന്ന് അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്കത് വല്ലാണ്ട് വേദനിക്കില്ലേ? അതൊക്കെ ഒരു ഡ്രാമ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ഡിപ്രഷൻ വരെ വരാം. കുറേ പേര് നമ്മളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ആ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്ന, അങ്ങനെ നടക്കുന്ന, കാണാത്തൊരു ഡ്രസ്സ് ഇട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ അവിടെ ഉള്ളത് പറയാൻ മാട്ടെ. നമ്മളെ മാതിരിയൊന്നുമില്ല കേട്ടോ. അവർ പറയേയില്ല അങ്ങനെയൊന്നും. അവർ കുത്തിവേദനിപ്പിക്കില്ല. അവർ കാണുമ്പം ഹായ് ഗുഡ് എന്നേ പറയുള്ളൂ. ഒരാളെ അവർ ബോഡി ഷെയിം അങ്ങനെ ചെയ്യലൊന്നുമില്ല. പിന്നെ അവരെല്ലാവരെയും സൂപ്പർ എന്ന് പറയുന്ന കൂട്ടത്തില്ല. ഗുഡ് എല്ലാത്തിനും. നമ്മൾ ഇവിടെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വെരി ഗുഡ് എന്ന് പോലും പറയില്ല. ചെയ്താ എന്നാ പോടാ എന്ന് പറയും. മനസ്സിലായി? അങ്ങനെയല്ല. കുട്ടികൾ എന്ത് ചെയ്താലും, ചെറിയൊരു കാര്യം ചെയ്താലും ഓക്കെ ഗുഡ് എന്ന് പറയും. എന്തെങ്കിലും കുട്ടികളെ ചെയ്താലും അവർക്ക് ചോക്ലേറ്റ് കൊടുക്കും. ഞാനത് പറയാൻ കാരണം, പുറത്തുനിന്നൊക്കെ വന്ന പെൺപിള്ളേർ ഒരു വെസ്റ്റേൺ ഡ്രസ്സ് ഇന്ത്യയിൽ, കേരളത്തിൽ, ബോംബെ നിന്നൊക്കെ വരുന്നവർ ഇങ്ങോട്ട്, ബോംബെ നിന്നോ ഡൽഹിന്നോ അങ്ങനെ പിന്നെ അങ്ങനെ മണിപ്പൂർ, അങ്ങനെ കുറേ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നവർ നമ്മൾ കേരളത്തിൽ വന്നു കഴിയുമ്പം നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സ് ഇടുമ്പോൾ ഒക്കെ അങ്ങനെ ചൊറിച്ചിലാണ്. മനസ്സിലായ? അല്ല, എന്നെ അങ്ങനെ ഇല്ല, എനിക്കറിയില്ല. എൻ്റെ നേരിട്ടൊന്നും ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മാന്തി പൊളിക്കുന്നറിയാം. ചൊറിയുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഇപ്പോൾ അവൾ ഫെയിമായിട്ട് ഓടുന്നുണ്ട്. അവളെയൊക്കെ മാന്തി പൊളിക്കുക. പക്ഷെ അവൾക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ല. അവൾക്കൊന്നും മൈൻഡാക്കുന്നില്ല. പിന്നെ അവൾ ഡോക്ടറും കൂടിയാണ് കേട്ടോ. അവൾക്കത് ഒന്നുമേ ഫീൽ ആവുന്നില്ല. പിന്നെ ഞാൻ അവളുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചും ഒക്കെ, ബോംബെയിലൊക്കെ ട്രൗസർ ഇട്ട് കിടന്നാൽ ആരും നോക്കാൻ മാട്ടെ. ഹിന്ദിക്കാരിങ്ങനെ നോക്കിയാൽ അവർ എന്നൊന്ന് കണ്ടു കിടക്കുന്ന സാധനത്തിന് എങ്ങനെ നോക്കാൻ. നമ്മളെ മലയാളികളിലൂടെ വരുമ്പോൾ കേരളത്തിൽ കാലം എത്തി കഴിഞ്ഞാൽ സാരി എടുത്തോണം, ചുരിദാർ ഇട്ടോണം, സെറ്റ് മുണ്ട് എടുത്തോണം, പാടം ബ്ലൗസ് ഇട്ടോണം, പിന്നെ എല്ലാം മറച്ചു വെച്ചോണം. ഇതൊക്കെയാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാരുടെ സ്ഥിതി. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ നടക്കുക. യൂറോപ്യൻ കൺട്രിയിൽ ചെന്നാൽ അവർ പറയും ഈ സാരി ഒന്നും എടുക്കണ്ട, ഈ സാരിയൊന്നും കൊള്ളൂല, മാറ്റേ ആ മുണ്ട് മറ്റേ ഇത് എടുക്കുമെന്ന് പറഞ്ഞാൽ, പാൻറ്റും ഷർട്ടൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. സെറ്റ് മുണ്ട് സാരി കൊടുത്ത് നടക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് കയറ്റി ഉടുക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ? നിങ്ങൾ ഇട്ട സാധനം മാറ്റുമ്പോൾ നിങ്ങൾക്കത് ഡിസ്റ്റർബ് ആയിരിക്കില്ലേ? ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ പൊത്തുന്നു, ഇങ്ങനെ വെച്ചോണ്ടൊക്കെ നിങ്ങളിരിക്കില്ലേ? അതേ അവസ്ഥയാണ് നമുക്കും. സാരി ഇട്ടാൽ നിങ്ങൾക്ക് ബിക്കിനി ഇടാൻ പറ്റുമോ? നിങ്ങൾ ഉടുക്കുക? ഇല്ല. അതാണ്. അപ്പം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളിതുപോലെ എങ്ങാനും എല്ലാവരും ചീത്ത പറഞ്ഞാലോ, ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഞങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കുത്തി പറഞ്ഞാലോ? നിങ്ങളൊരു 10 ഇൻ്റർവ്യൂ നടത്തി, അവിടെയുള്ള ആൾക്കാർ പറയാൻ മാട്ടെ, എന്നാലും ഞാൻ പറയണം. അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ ഈ 10 ഇൻ്റർവ്യൂവിനും 10 ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ വരുമ്പം നിങ്ങളെ കളിയാക്കി എന്താ ഇതെന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിയൊക്കെ ചിരിച്ചാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കത് മതി വിഷമിക്കാനായിട്ട്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണോ പിന്നെ അത് കൊള്ളില്ല, ഇവൾ എന്ത് ഡ്രസ്സാണ്, ഇവൾ അങ്ങനെയാണ്, ഇവൾ അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല, ഇവൾ കറുത്തിട്ടാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഓർക്കുക. ഇത് തിരിച്ച് റിവേഴ്സ് വരും കേട്ടോ. നിങ്ങൾ എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടാണ്ടാവുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആൾക്കാർ പറഞ്ഞു തരുന്നതാണ്. കർമ്മ നിങ്ങൾ കുറേയൊക്കെ ദൈവഭയങ്ങൾ പിള്ളേരിൽ ഉണ്ടാവണമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. പണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അത് പലർക്കും പലരുടെ വിശ്വാസങ്ങളാണ്. എന്നാലും ശരി, ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ ചിന്തിക്കുക, തിരിച്ച് നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഇനി വേറെ ആൾക്കാർ വരുമോ? സ്വയം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നോട് ഈ സാരി മാറ്റാൻ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? പറ്റില്ല. ഞാനതൊക്കെ തന്നെയല്ലേ എടുക്കുള്ളൂ, ഞാൻ ഈ ചുരിദാറേ എടുക്കുള്ളൂ. പിന്നെ അപ്പോൾ എനിക്കിതേ പറ്റുള്ളൂ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. നമ്മളിടുന്ന ഡ്രസ്സ് വേറെ നാട്ടിൽ ചെന്ന് ഊരി മാറ്റെന്ന് പറഞ്ഞാൽ, മണിപ്പൂരിൻ്റെയൊക്കെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? അവിടെ ചെന്ന് നമ്മളോട് ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞാൽ ഇടുക. നമ്മൾ തലയിൽ ഇങ്ങനെ വട്ടക്കെട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇടാൻ പറഞ്ഞാൽ നമ്മൾ ഇടുക.
നമ്മൾ 1000 വട്ടം ചിന്തിക്കും അല്ലേ? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. അതെല്ലാം മനസ്സിലായ?